വയനാട് തുരങ്കപാതയ്ക്കെതിരെ മാവോയിസ്റ്റ് പോസ്റ്റർ. കോഴിക്കോട് പുല്ലുരാമ്പാറയിലാണ് ഈ പോസ്റ്ററുകൾ കണ്ടത്. യു.എ.പി.എ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്, പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മാവോയിസ്റ്റ് സാന്നിധ്യം കേരളത്തിൽ തീരെയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കേരള പോലീസിൻ്റെ അതുപോലെ SOGയുടെ IBയുടെ ഒക്കെ സംയുക്ത ഓപ്പറേഷൻ കൊണ്ട് അങ്ങനെ ഒരു മാവോയിസ്റ്റ് പ്രശ്നം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഈ തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് കബനി ദളത്തിൻ്റെ പേരിലാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. ആ പോസ്റ്ററിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ട പ്രദേശങ്ങളെ തകർക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ വൈത്തിരിയിൽ നേരത്തെ പോലീസിനോട് ഏറ്റുമുട്ടി മരിച്ച ജലീലിൻ്റെ കാര്യത്തിൽ CP ജലീലിൻ്റെ ഘാതകരെ ശിക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്, അത് വളരെ നിർണായകമാണ്. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പിലാക്കണം. ഇത്തരം ആവശ്യങ്ങൾ ഇത് സ്ഥിരമായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. കബനി ദളത്തിൻ്റെ പേരിലാണ്. ഈ കബനി ദളം തന്നെ ഇല്ലാതായി എന്നുള്ളതായിരുന്നു നേരത്തെ സെൻട്രൽ IB, കേന്ദ്ര IBയും കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന പോലീസിൻ്റെ SOGയും ഒക്കെ സ്ഥിരീകരിച്ചത്. പക്ഷേ എന്നാൽ കബനി ദളം ഇപ്പോഴും ഉണ്ട് എന്നുള്ള നിർണായകമായ വിവരമാണ്. അവർക്ക് ഈ ഫ്രണ്ട് ലൈനിലേക്കുള്ള ക്യാമ്പയിൻ നടത്താനുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഈ പുല്ലൂരാമ്പാറയിലെ പോസ്റ്ററിലൂടെ മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ ഗൗരവത്തിൽ ഈ കേസിനെ കാണുന്നു. UAPAയിലെ സെക്ഷൻ 2830 ഈ രണ്ട് വകുപ്പുകൾ, ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് നിരോധിത സംഘടനകളുടെ രഹസ്യമായ പ്രവർത്തനം തുടരുന്നു എന്നുള്ള കുറ്റം ചുമത്തിയാണ് കേസ്. മറ്റൊന്ന് DYSP തലത്തിലാണ് അന്വേഷണം. താമരശ്ശേരി DYSPക്കാണ് അന്വേഷണ ചുമതല. അതിലുമപ്പുറം SOG തന്നെ നേരിട്ട് ഇതിൻ്റെ വിവരശേഖരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് SKN. ഈ ഒരു പോസ്റ്ററിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് ആഭ്യന്തര വകുപ്പും പോലീസും കാണുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.